ഇത് ടോയ് പൂഡിൽ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇതിൻ്റെ ഒറിജിൻ വന്നത് ജർമ്മനിയാണ്. പിന്നെ വളരെ പ്ലേഫുള്ളായിട്ട് ഉള്ള ഒരു ബ്രീഡാണ്. ഹൈപ്പോ അലർജനിക്കാണ്. എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രായമുള്ളവർക്കും അങ്ങനെ കളിപ്പിക്കാൻ വളരെ കുറച്ച് സ്ഥലം സൗകര്യം മതി. അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു ബ്രീഡാണ്. ഈ ടോയ് പൂഡിലിനത്തിൽ ഏറ്റവും ചെറിയ ഇതിൽ വന്നതാണ്. ഇതിൻ്റെ അടുത്ത സൈസ് വന്നതാണ് മിനിയേച്ചർ പൂഡിൽ എന്ന് പറയുന്നത്. പിന്നെ വന്നത് മീഡിയം, പിന്നെ സ്റ്റാൻഡേർഡ് പൂഡിൽ എന്ന് പറയുന്നത്. ഇത് പക്ക ടോയ് പൂഡിലാണ്. ഇത് 11 ഇഞ്ച് വരെ പൊക്കം വരാൻ പാടുള്ളൂ ഈ ഇനത്തിൽ വന്നതിന്. പിന്നെ കളറുകളാണ്. ഇതിൽ 6 കളറാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലുള്ളത്. ബ്രൗൺ, സിൽവർ, ബ്ലാക്ക്, ആപ്രിക്കോട്ട്, റെഡ്, ചോക്ലേറ്റ്, അങ്ങനെയാണ് തന്നെ കളറുകൾ. പൊതുവേ കുഞ്ഞിലെ ഇവരുടെ ഭയങ്കര കേളി ഹെയർ ആയിരിക്കും. വലുതായി വരുംതോറും നമ്മൾ കുളിപ്പിച്ച് ബ്രഷ് ചെയ്യണനുസരിച്ച് ഇങ്ങനെ ലെങ്ത് ആയിട്ട് വരും. പിന്നെ ഹൈപ്പോ അലർജനിക്കാണ്. പറന്ന് നടക്കില്ല, അങ്ങനെ അലർജിക്കായിട്ടുള്ള ഹെയർ അല്ല. ഇവരുടെ ബോഡി തന്നെയാണ് ഇത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഫ്ലാറ്റ് കൾച്ചറിൽ ശരിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇപ്പം. നമ്മളുടെ ഇവിടെ ഇപ്പോൾ ബ്രീഡ് ചെയ്യണമെങ്കിൽ 6-7 ബ്രീഡാണ് ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് വരുന്ന ബ്രീഡാണ് പൂഡിൽ. അതുപോലെ ആളുകൾ ഇപ്പോൾ ഒരുവിധം എല്ലാ സെലിബ്രിറ്റികളും ആളുകളും അതിലാണല്ല. ഇപ്പോൾ കുറേ സെലിബ്രിറ്റികളുടെ കയ്യിലിരിക്കണ ഡോഗ്സിനെ കാണുമ്പോൾ ആയിരിക്കും എല്ലാവർക്കും അതുപോലത്തെ ഒരെണ്ണം വേണമെന്നുള്ളൊരു തോന്നല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോപ്പുലറായിട്ട് കേരളത്തിൽ ഉള്ള ഒരു ബ്രീഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഇമ്പോർട്ടഡ് ലൈൻസാണ് നമ്മളുടെ കയ്യിലുള്ളത്. നമ്മളുടെ കയ്യിൽ 5 ഇമ്പോർട്ട് ഡോഗ്സ് ഉണ്ട്. 4 ഇമ്പോർട്ട് മെയിലും ഒരു ഫീമെയിലും. 2 പേര് റഷ്യയിൽ നിന്നും ബാക്കി 3 പേര് തായ്ലാൻഡിൽ നിന്നും കൊണ്ടുവന്നേക്കണത്. ആ ലൈനേജുകളുടെ ഇതാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത്. പക്ക ടോയ് പൂഡിലാണെങ്കിൽ ഒരു 2 തുടങ്ങി 5 വരെ ഉണ്ടാവുള്ളൂ. മിനിയേച്ചറായിട്ട് മിക്സ് ചെയ്ത് ബ്രീഡ് ചെയ്യുമ്പോഴാണ് ഈ എണ്ണം കൂടുതൽ ഉണ്ടാവുന്നത്. മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും 11 ഇഞ്ച് തുടങ്ങി 13-14 ഇഞ്ച് വരെ പൊക്കം ഉണ്ടാവും. ഇത്തിരി വലുതായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടീ കപ്പ് പൂഡിൽ എന്ന് പറഞ്ഞിട്ട് അത് വളരെ റെയറാണ്. ഇത്തിരി എക്സ്പെൻസീവുമാണ്. 8 ഇഞ്ച് താഴെയുള്ള കുറച്ച് സൈസ് വന്നുണ്ട്. അത് ശരിക്കും ബ്രീഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ശരിക്കും FCI സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനൊരു ഇതില്ല. പക്ഷേ എബ്രോഡിൽ ഫോറിൻ കൺട്രികളിൽ അത് ഭയങ്കര പ്രചാരമുള്ളതാണ്. ടീ കപ്പ് പൂഡിൽ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ചെറുതായിരിക്കും. അതും നമ്മളുടെ കയ്യിൽ വല്ലപ്പോഴൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സ്പെൻസീവ് ആണത്. ഇവിടെ ഇന്ത്യയിൽ കൂടുതൽ മിനിയേച്ചർ പൂഡിലുകളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ടോയ് പൂഡിൽ നമ്മൾ അതിലേക്ക് നല്ല ടോയ് പൂഡിലുകളിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഈ പുറത്തുനിന്നുള്ള ഡോഗ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ബ്രീഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അത്യാവശ്യം നല്ലോണം ടോയ് പൂഡിലിൻ്റെ സ്റ്റോക്കുകളുണ്ട്. ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ഡിഫറെൻറ്റ് ലൈൻസ് അങ്ങനെ സ്റ്റോക്കുകളുണ്ട്. ഇവർക്ക് വളരെ കുറച്ച് ഫുഡ് മതി. ഈ പറഞ്ഞ പോലെ അവരുടെ മോഷനും ഇതെല്ലാം ആണെങ്കിലും ഒരു ഫ്ലാറ്റിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വീടിനകത്ത് വളർത്താൻ പറ്റിയ ഒരു ഇതിലുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും അലർജി ഇല്ലാത്ത ബ്രീഡാണ്. അസുഖങ്ങൾ കുറവാണ്, ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. ബാക്കി ബ്രീഡുകളെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെ നമുക്ക് വാഷ് ചെയ്യണത് ഒരു മിനിമം 8 ദിവസം ഗ്യാപ്പിലാണ് നമ്മൾ ഒരു വാഷിങ്. ബ്രഷിങ് ഡെയിലി ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഇവരുടെ രോമം പറന്നു പോവില്ല. നമ്മൾ ഡെയിലി ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് നിർത്തിയാൽ മാത്രം മതി. ഞാനിപ്പോൾ 20 കൊല്ലമായി. ഒരേ കാലത്തിനനുസരിച്ച് മാറി മാറി ടോയ് പൂഡിലേക്ക് വന്നിട്ട് 3-3.5 കൊല്ലമായി. ഇപ്പോൾ ആൾക്കാരങ്ങനെയുള്ള ഓരോ പുതിയ ബ്രീഡ്, കംപ്ലയിൻസ് ഇല്ലാത്ത ബ്രീഡ്. ഇപ്പോൾ ഈ പറയണ പോലെ ഒരു ചെറിയ ഡോഗിനെ വാങ്ങാൻ വരുന്നവനും ഗൂഗിളിൽ നോക്കി ഫുൾ ഫീച്ചേഴ്സും ഇതെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലെല്ലാം ഇമ്പോർട്ടഡ് അങ്ങനത്തെ ഡോഗ്സാണ്. അതറിയണമെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇതുണ്ട്. സർട്ടിഫിക്കറ്റ് അതിൽ ശരിക്കും പിങ്ക് കളറായിരിക്കും ഇമ്പോർട്ട് ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നത്. ബ്രെഡ് ഇൻ ഇന്ത്യ ഡോഗ്സിൻ്റെ ഒരു ഗ്രീനിഷ് കളറിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് നമുക്ക് ശരിക്കും പുറത്തുനിന്ന് തന്നെ പട്ടികളെ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഈ കളറായിരിക്കും, പിങ്ക് കളറായിരിക്കും സർട്ടിഫിക്കറ്റ്. ഡയറക്റ്റ് ഇമ്പോർട്ട് വന്ന ഡോഗുകൾ എപ്പോഴും ഇങ്ങനെ പിങ്ക് കളറിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും വരുന്നത്. ബ്രെഡ് ഇൻ ഇന്ത്യ ബ്രീഡാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കളറാണ് പട്ടികൾ വന്ന. ഇവിടെ വന്ന നമ്മളുടെ കുട്ടികളും ബ്രെഡ് ഇൻ ഇന്ത്യ ബ്രീഡിങ് ആയിരിക്കും. പക്ഷേ
ഫാദർ വന്നത് ഇമ്പോർട്ട് ലൈൻ ആയിരിക്കും, ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ആയിരിക്കും. ഇവരെ കണ്ണിൻ്റെ അടുത്തുള്ള രോമം മര്യാദക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിലൊരഞ്ഞ്, ഇപ്പം നമ്മളുടെ ആണെങ്കിലും കണ്ണിലൊരു ഒരച്ചിൽ വന്നുള്ള ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഇതുണ്ട് ഇവർക്ക്. വേറെ സ്കിൻ കംപ്ലൈൻറ്റോ അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള അസുഖങ്ങളില്ലാത്ത ബ്രീഡാണ് ശരിക്കും പൂഡിൽ ഇത്തിരി ലോ മെയിൻ്റെനൻസ് ഡോഗാണ്. അതുകൊണ്ടാണ് ഇത്രയും പോപ്പുലറാണ്. ഭയങ്കരമായിട്ട് എല്ലാവരും പൂഡിലാണ് ഇപ്പോൾ എല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ബ്രീഡിൽ നിന്നൊക്കെ എല്ലാവരും ഇതാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, പ്രായമുള്ളവരായിട്ടും സ്ത്രീകളുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും ഇവർ. ഇപ്പോൾ മിക്ക വീട്ടിലും പ്രായമായ അപ്പനും അമ്മയും മാത്രമൊക്കെ അല്ലേ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അവർ ഈ ഒറ്റപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്കൊരു കൂട്ടിനായിട്ടാണ് പൂഡിലുകളെ കൂടുതൽ കൊണ്ടുപോണത്. സാധാരണ ഈ പറഞ്ഞ പോലെ പൂഡിലൊക്കെ കോസ്റ്റ്ലി ആയിരുന്നു. കുറച്ചാൾ മുമ്പ് വരെ ലക്ഷങ്ങൾക്ക് മേലെയൊക്കെ വില ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരു 30,000 രൂപ തുടങ്ങി പൂഡിലുകളെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എന്നാലൊരു ഡീസൻറ്റ് ക്വാളിറ്റി പൂഡിലൊക്കെ കിട്ടണമെങ്കിൽ ഒരു 50 to 70 ഇടയിൽ. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഷോ ക്വാളിറ്റി ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു ബ്രീഡിങ് വരികയാണെങ്കിൽ ഇപ്പോഴും പഴയൊരു വിലയൊക്കെ ആളുകൾ പറയും. ഒരു നോർമൽ വില എന്ന് പറഞ്ഞാൽ 30 to 70 ആണ് ഇതിൻ്റെ വില വന്നത്. ഇത് ടിമോസ്കി എന്ന് പറഞ്ഞൊരു ഡോഗാണ്. അതുപോലെ ഒരു ഭയങ്കര ഇതുള്ളതാണ്. അതുപോലെ ഇവന് ഭയങ്കര പേരുള്ള ഡോഗാണ്. ഇവൻ്റെ ഇപ്പം തന്നെ അവൻ്റെ ഒരു 4-5 പിള്ളേർ ചാമ്പ്യന്മാരായി കഴിഞ്ഞ്. പിന്നെ ഈ പൂഡിൽ എന്ന് പറഞ്ഞാൽ തന്നെ ലൈനേജ് നോക്കിയാൽ ടിമോസ്കി ഉണ്ടാവും. അതുപോലെ അവൻ്റെ ലൈനേജുള്ള ജനറേഷനാണ് പൂഡിലുകൾ കൂടുതലുള്ളത്. ഇത് കാസിനോവ എന്നാണ് പേര്. ഇത് ബ്ലാക്ക് കളറ് ഒരു പൂഡിൽ പപ്പിയാണ്, ഫീമെയിൽ. ഇത് ക്രീം കളറാണ്. ഇതിനെ അങ്ങ് ഈ പ്രാവശ്യത്തെ ഒന്ന് റേറ്റീൻ ചെയ്ത് ഷോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കണ ഒരു പപ്പിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഉണ്ട് ഇതിന്. ശരിക്കും ചോക്ലേറ്റ് കളറിൽ നിന്നാണ് ഈ ക്രീം ഇറങ്ങണത്. ഈ ക്രീം ഫീമെയിലിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാ കളർ കുട്ടികളെയും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രഗ്നൻസി ആകെ 60 to 65 ദിവസം സമയം മതി. ഒരായുസ് വന്നത് 14 വർഷമാണ്. നമുക്കൊരു 15 മാസവും 1 ദിവസവും കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിക്കാം. എന്നാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. KCIയുടെ റൂള്, കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് 15 മാസം 1 ദിവസവും കഴിഞ്ഞ ഡോഗ്സിനെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിലൊക്കെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഈ ഒരു കൊതി തോന്നി ഒരിക്കലും ഒരു പട്ടീനെ വാങ്ങരുത്. ഇത് ഇവരെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ നല്ലപോലെ വളർത്തി അങ്ങനെ ചെയ്യാനായിട്ട് ഉള്ളവർ മാത്രമേ ഇതിനെ വളർത്തുക. അല്ലെങ്കിൽ കുറേ നാൾ വളർത്തി കാര്യം ഇങ്ങനത്തെ ടോയ് ബ്രീഡ്സിനെ ആരെങ്കിലും പുറത്തുകൊണ്ടേ കളയണില്ല. എന്നാൽ പോലും ശരിക്കും ഇപ്പോൾ ഒരു ഭരണകൂടത്തിന് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഈ നാടൻ പട്ടികളും റോട്ടിൽ വന്ന പട്ടികൾ. അപ്പോൾ ഇതിനെ വാങ്ങണവർ തന്നെ നമ്മളെപ്പോഴും നിർബന്ധിച്ച് പറയണതാണ്, നമുക്ക് അതിനോട് ഒരു ഇഷ്ടത്തോടെ അവരെ അതുപോലെ പരിപാലിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഇതുങ്ങളെ വാങ്ങി വളർത്താൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം അതിൻ്റെ 2 ഇരട്ടി തിരിച്ച് തന്നെ ബ്രീഡും അല്ല, ഒരു വർഗമാണ് നായ് വർഗം. അതുപോലെ നമുക്ക് സ്നേഹം കിട്ടണതാണ്. പല ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സും പറയണ പോലെ ഡിപ്രഷൻ സ്റ്റേജിലും എല്ലാത്തിലും ശരിക്കൊരു ഡോഗ്സായിട്ട്, അതല്ല ഈ ഓട്ടീസം ഉള്ള പിള്ളേരാണെങ്കിലും അവരെ ഡോക്ടേഴ്സ് ഇതുപോലെ പെറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ പോലെ ഡോഗ്സിനെ വളർത്താനും അങ്ങനെ വളർത്തുമ്പോൾ അവരുടെ മാനസികാവസ്ഥക്ക് എല്ലാത്തിനും ക്യാരക്ടറിന് വരെ വളരെ വ്യത്യാസം വരും. അപ്പോൾ എടുക്കണവർ ഇവരെ അതുപോലെ പൊന്നുപോലെ നോക്കാൻ, നമ്മുടെ ഒരു അംഗത്തെ പോലെ നോക്കാനുള്ള ഒരു ഇതുള്ളവർ മാത്രം വാങ്ങുക. അതാണ് ഇതിലെ മെയിൻ. അല്ലാണ്ട് പിന്നീട് അതൊരു സാമൂഹിക പ്രശ്നത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നവർ വാങ്ങാണ്ടിരിക്കുകയാണ് എപ്പോഴും ഇത് നല്ലത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ ബ്രീഡ് ചെയ്ത് കുറേ വിൽക്കണം എന്നുള്ളൊരു നമുക്കില്ല കൺസെപ്റ്റ്. നല്ലോണം സ്നേഹിച്ച് അതുപോലെ വളർത്താൻ അതുപോലെ ബ്രീഡ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് നമ്മളെപ്പോഴും സർട്ടിഫിക്കറ്റ് ഉള്ളതിനെ തന്നെയാണ് പ്രിഫർ ചെയ്യണത്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മൈക്രോ ചിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ മൈക്രോ ചിപ്പുള്ള ഡോഗ് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കണ്ടു കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണെന്ന് അറിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ആണെങ്കിൽ എല്ലാം അതിന് പുതിയ ലൈസൻസിൻ്റെ ഇത് എല്ലാം പുതിയൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വീട്ടിൽ 2 ഡോഗെ വളർത്താൻ പാടുള്ളൂ, അവർക്ക് ലൈസൻസ് വേണം. ശരിക്കും അതൊരു നല്ല കാര്യമാണ്. കാരണം അതുപോലെ നല്ല ആളുകൾ മാത്രമേ ഈ ഫീൽഡിൽ ശരിക്കും അതുപോലെ ചെയ്തു തുടങ്ങിയാൽ, ലീഗലി ചെയ്തു തുടങ്ങിയാൽ എല്ലാവരും നല്ല ബ്രീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ.